ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം ഇന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്ത അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്ക് ആ തെരഞ്ഞെടുപ്പിൽ അവരെത്തപ്പെടാൻ പോകുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി തലസ്ഥാന നഗരിയിലും കേരളത്തിലെമ്പാടും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി. നിങ്ങൾ കരുതുന്നത് പോലെയല്ല. അതിൻ്റെ ഒരു ചെറിയ കണക്ക് പറയാൻ എന്നെ അനുവദിക്കണം. തിരുവനന്തപുരത്ത് 73 ഗ്രാമപഞ്ചായത്തുകളാണ്. വിരലിലെണ്ണാവുന്ന ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ആ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത്. 4 മുനിസിപ്പാലിറ്റികളുണ്ട്. ഈ 4 മുനിസിപ്പാലിറ്റികളും ഐക്യജനാധിപത്യ മുന്നണി ബഹുദൂരം പിന്നിലാണ്. പിന്നെ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും. അവിടെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം പോലും അവർക്ക് ഇന്ന് കാണുന്ന രൂപത്തിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള നിലയിലാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. ഇത് തന്നെയാണ് മറ്റു പല ജില്ലകളിലും പരിശോധിക്കുമ്പോൾ, ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ എന്താണ്, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായ വേരോട്ടമുള്ള പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അതുപോലെ തന്നെ നിലമ്പൂരിലടക്കം അവരുടെ ഉറച്ച മണ്ഡലങ്ങളാണ്. അവിടെ ജയിക്കുമ്പോൾ പറഞ്ഞ കോൺഫിഡൻസ് അല്ലല്ലോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നിന്നും പുറത്തു വരുന്നത്. അവിടെ ജയിച്ചപ്പോൾ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ എന്തേ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇല്ലാതെ പോയി. അവരില്ലാതെ പോയെന്ന് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അധപ്പതനം, അവർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന വിരോധപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ ഒന്നും നടക്കേണ്ട കേരളം ബഹുദൂരം പിന്നിലാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ നിലപാട്, ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ അവരെ വരും ദിനങ്ങളിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യധാരാ നിലകളിലേക്ക് നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെറുതെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി വാചോടാപം പറഞ്ഞതുപോലല്ല, വളരെ കൃത്യമായിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് പടിപടിയായി അവരുടെ പ്രവർത്തനം കൃത്യമായി സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. 5 ലക്ഷം വീടുകളാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഈ കേരളത്തിൽ ഇതിനോടകം സാർത്ഥകമാക്കിയിട്ടുള്ളത്. അതിദരിദ്രം ഇല്ലാത്തൊരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോവുകയാണ്. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി കേരളത്തിൽ ഒരു മാലിന്യ ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ ഇനി അനുവദിക്കില്ല എന്ന നേരത്തെ 21 മിനിറ്റ് ഞാൻ പറയട്ടെ 21 മിനിറ്റ് UDFിന്റെ പ്രതിനിധി സംസാരിച്ചതാണ്. എന്നൊരു 5 മിനിറ്റ് പറയാൻ എന്നെ അനുവദിക്കണം. 5 മിനിറ്റ്. പൊതു ആരോഗ്യ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗം, ഇവയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകിട്ടിയ മേഖലകളാണ്. അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കൃഷിയിലും ചെറുകിട വ്യവസായത്തിലും അതുപോലെ തന്നെ സംരംഭകരെ സഹായിക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടെ എന്നെ അനുവദിക്കണം. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു പെയ്ഡ് സർവൻസ് എന്ന്. ഒരു ഇത്ര നടക്കുന്നൊരു മീഡിയ വണ്ണിൻ്റെ പ്ലാറ്റ്ഫോം പോലെ നടക്കുന്നൊരു ചർച്ചയ്ക്കകത്ത് ഇത്രയും നിരുത്തരവാദപരമായി, ഇത്രയും അലക്ഷ്യമായി വന്നിരുന്ന് ഈ വാചകങ്ങൾ പറയാൻ ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല അവിടെ നടന്നിട്ടുള്ള ആ ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച പണം യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്നും അത് എവിടെയാണെന്നുള്ളതിനെ ചൊല്ലി തമ്മിലടിക്കുകയാണ്. ഈ കേരളം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചതല്ലോ, ആങ്കർ തന്നെ സൂചിപ്പിച്ചല്ലോ, DYFI പ്രവർത്തകർ കൊത്തപ്പണി ചെയ്ത് ആക്രി പെറുക്കി, പത്രക്കെട്ടുകൾ പെറുക്കി, അതുപോലെ തന്നെ ചലഞ്ചുകൾ വെച്ചുകൊണ്ട്, ഭക്ഷണ ചലഞ്ചുകൾ വെച്ചുകൊണ്ട് അവർ സ്വരൂപിച്ച പണം മുഴുവനും, ആ പ്രിയപ്പെട്ട സഖാക്കൾ ഈ കേരളത്തിന് വേണ്ടി സ്വരൂപിച്ച പണം മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ യുവജന സംഘടന ചെയ്തത് പിരിച്ച പണം എങ്ങനെയൊക്കെ കക്കുക, മുക്കുക, നക്കുക എന്നുള്ള രൂപത്തിൽ അതിനെ അപഹരിച്ചെടുത്തിട്ട് തമ്മിലടിക്കുകയല്ലേ നിരത്തിൽ കിടന്ന്. ഇതല്ലേ കോൺഗ്രസിൻ്റെ മുഖം? നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള CM സ്റ്റീഫൻ കൊല്ലം DCC പ്രസിഡന്റായിരുന്നു, കേന്ദ്ര വാർത്താ വിനിമയ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് സ്മാരകം പണിയുന്നതിന് വേണ്ടി സ്വരൂപിച്ച പണത്തെ ചൊല്ലി തമ്മിലടിച്ച് തുടങ്ങിയതാണ് നിങ്ങളുടെ പാരമ്പര്യം. ഇപ്പോൾ കെ കരുണാകരൻ, ബഹുമാന്യനായ ശ്രീ കെ കരുണാകരൻ്റെ സ്മാരകത്തിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന്
കെ മുരളീധരന് അനുസ്മര സമ്മേളനത്തിൽ വന്ന് ശരി, അത് താങ്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചങ്ങോട്ടുള്ള ആരോപണങ്ങളാണ്. ഞാൻ ചോദിക്കുന്ന സാഹചര്യം കാര്യം ഈ ഏത് വോട്ടർ പട്ടികയുമായി നിലയിലും ബന്ധപ്പെട്ട പ്രശ്നം UDF-ഉം BJP-യും ഒക്കെ ഉന്നയിക്കുകയാണ്. നാട് വിട്ടുപോയവരും മരിച്ചവരും ഒക്കെയുള്ള ഒരു വോട്ടർ പട്ടികയാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലേ ഈ വോട്ടർ പട്ടികയെക്കുറിച്ച്? നിങ്ങൾ വിചാരിക്കുന്നത് പെർഫെക്റ്റ് ആണെന്നാണോ? വോട്ടർ പട്ടിക ഒരു പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചേർക്കലും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും വോട്ട് മാറ്റലും ഇത് രണ്ടും ഒരു പ്രോസസ്സായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ എന്തിനാണ് ഈ ക്യാപ്സൂൾ പറയുന്നത്? അത് വരാൻ പോകുന്ന പരാജയത്തിൻ്റെ ആ ഒരു ഗൗരവത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പരാജയ ഭീതിയിൽ നിന്നും ഉരുത്തിരിയുന്ന ക്യാപ്സൂളാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് പോലും ഇത്തരം ക്യാപ്സൂളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അവരുടെ സഹരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യച്യുതി എന്നുള്ളത് നാം ഈ അവസരത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. ഇതാണ് അവർ ചെന്നകപ്പെട്ടിരിക്കുന്ന സ്ഥിതി. ഇവിടെ അവർ ജയിക്കുമ്പോൾ കൃത്യമായ വോട്ടർ പട്ടിക, വളരെ കൃത്യമായിട്ടുള്ള അവരുടെ സംഘടനാ പ്രവർത്തനം, അവരുടെ സംഘടനാ ശക്തി, ഇതിൻ്റെ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും വാചാലമായി സംസാരിക്കാൻ അവർക്ക് അവർക്ക് പരാജയ ഭീതിയാണെന്ന് നിങ്ങൾ പറയുന്നു. എന്റെ ചോദ്യം, നിങ്ങൾക്ക് വോട്ടർ പട്ടികയെ കുറിച്ച് കൺസേൺ ഉണ്ടോ, നിങ്ങൾക്ക് പരാതികൾ ഉണ്ടോ എന്നുള്ളതാണ്. ബാക്കി രണ്ടുപേർക്കും ഉണ്ട്.